നമസ്കാരം. മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിടുന്ന വീഡിയോ ഒന്നും അധികം ആൾക്കാർ ഒന്നും കാണാൻ സാധ്യതയില്ല എന്ന് നമുക്ക് ഉറപ്പാണ്. എങ്കിലും കുറച്ച് കാലം കഴിയുമ്പോൾ നമുക്ക് തന്നെ വീഡിയോ കാണാമല്ലോ. ഇത് നമ്മൾ മൊറീഷ്യസിൽ സബ്മറൈനിൽ പോയിട്ട് എടുത്തിട്ടുള്ള ഒരു വീഡിയോ ആണ്. ഇത് കുറച്ച് ലാഗിങ് ആണ്, എങ്കിലും നമ്മൾ ക്യാപ്ചർ ചെയ്ത സാധനങ്ങളൊക്കെ നമുക്ക് തന്നെ ഏതെങ്കിലും കാലത്ത് കാണാമല്ലോ. യൂട്യൂബിൻ്റെ ഒരു പോളിസി അനുസരിച്ച് ഇപ്പോൾ ഇത് വലിയ കുഴപ്പമില്ല. ഗൂഗിൾ ഡ്രൈവിലൊക്കെ അപ്ലോഡ് ചെയ്യുകയാണെങ്കിൽ ഡൗൺലോഡ് ചെയ്ത് കാണാനൊക്കെ വലിയ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ഈസി ആയിട്ട് കാണാൻ പറ്റിയ ഒരു മാർഗം യൂട്യൂബ് തന്നെ. And on this one, we need all four names and surname in capital letters. Please write it clearly because we give a certificate at the end. Thank you. സബ്മറീൻ ട്രാവലൊക്കെ കഴിയുമ്പോൾ സർട്ടിഫിക്കറ്റ് വിതരണമൊക്കെ ഉണ്ടാവും. അതുകൊണ്ട് പേരൊക്കെ കൃത്യമായിട്ട് എഴുതണം എന്ന് പറയുന്നു. പിന്നെ ഒരു ബ്രീഫിംഗ് ഒക്കെ കഴിഞ്ഞു. പിന്നെ നമ്മൾ നേരെ സബ്മറീനിലേക്ക് പോവുകയാണ്. ഇതിനകത്ത് വിശദീകരിക്കാനൊന്നുമില്ല. കടലിൻ്റെ അടിയിലേക്ക് 35 മീറ്റർ താഴോട്ട് പോയിട്ട് പഴയ കപ്പൽ പൊളിഞ്ഞത് കാണുക, അത്ര തന്നെ. അത് ഒരു ലാഗിങ് വീഡിയോ ആയിരിക്കും, എങ്കിലും നമ്മൾ പിടിച്ച കാര്യങ്ങൾ നമ്മൾ അതേപോലെ തന്നെ ഇതിൻ്റെ അകത്ത് കയറ്റിയിടുകയാണ്. പബ്ലിക്കിലാണ് നമ്മൾ അപ്ലോഡ് ചെയ്യുന്നത്. ബാക്കിയുള്ള കുറച്ച് ആൾക്കാരൊക്കെ കണ്ടാൽ വളരെ സന്തോഷം. ഇത് നമ്മൾ പ്ലാറ്റ്ഫോമിൽ എത്തിയിരിക്കുകയാണ് കേട്ടോ. ഈ സബ്മറീനിലേക്ക് കിടക്കാൻ വേണ്ടിയിട്ടുള്ള സബ്മറീൻ അപ്പുറം വന്ന് കിടപ്പുണ്ട്. അതിൻ്റെ ഒരു പ്ലാറ്റ്ഫോമാണിത്. അവരുടെ ഒരു കാര്യങ്ങളൊക്കെ ഉണ്ട്, ബ്രീഫിങ് എങ്ങനെയൊക്കെയാണ് കയറുക, അതിലേക്ക് കിടക്കുക എന്നൊക്കെ ഉള്ള കാര്യങ്ങൾ ഒരാൾ ഒന്ന് വിശദീകരിച്ച് തരും. Oui, on parle français. Il va faire en anglais, après je vais faire aller. Ok, ça marche. Guys, please listen. So today, Captain Samuel is going to be your pilot. Nice man. So we're going to guide you to safely get into the submarine. Please, one by one, when we touch you right down the stairs, hold on to the railing. Be very careful. You see, it's been raining, it's quite slippery. Onto the submarine. Again, please be careful. The surface heavy. Hold the railing. Thank you. Step ladder. 7 steps. First step directly and then working your way down. Very important. Please don't step on the silver ring. See the hatch. Alors bonjour à vous et bienvenue à bord. Et moi c'est Samuel, je serai avec vous dans le chemin. Et pour y entrer très simple, alors on descend tout doucement, c'est assez glissant. ഇതിൻ്റെ കോണിൽ കൂടെ ആ പൊത്തിലൂടെ അങ്ങോട്ട് അടിയിലേക്ക് ഇറങ്ങുകയാണ്. അതിൻ്റെ വക്കിൽ ചവിട്ടാൻ പാടില്ല എന്നാണ് അവർ പറയുന്നത്. മണൽ പോലെ എന്തെങ്കിലും ആയിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് എയർ ടൈറ്റ് ആയിട്ട് അടയ്ക്കാൻ പറ്റില്ല, ലീക്കേജ് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. നമ്മുടെ ക്യാപ്റ്റന്മാരെ പരിചയപ്പെടുത്തുന്നുണ്ട്. ഒരു ഫ്രഞ്ചും ഇംഗ്ലീഷും അറിയാവുന്ന ഒരാളാണ് നമ്മളെ ക്യാപ്റ്റനായിട്ട് വരുന്നത്. അദ്ദേഹം കാരണം ഫ്രഞ്ച് മാത്രം അറിയാവുന്ന ചില ആൾക്കാരുമുണ്ട് കൂട്ടത്തിൽ, നമ്മുടെ ടീമിൻ്റെ കൂട്ടത്തിൽ. 10 പേരാണ് ഒരേ സമയത്ത് സബ്മറൈനിൽ പോകാൻ പറ്റുന്നത്. Okay, Kerala. Ring you can നമ്മളിപ്പം സബ്മറീൻ്റെ അകത്താണുള്ളത്. പക്ഷേ ഈ വീഡിയോ നമ്മളെടുത്ത് നമ്മുടെ ട്രിപ്പ് പോയിട്ട് തിരിച്ചു വന്നപ്പോൾ
മറ്റേ ടീമിനെ കൊണ്ടുവന്നതാണ്. സബ്മറൈനിൽ അത് അങ്ങനെ മുങ്ങിപ്പോകുന്ന ഓരോ ഒരു ഷോർട്ടായിട്ട് എടുത്തതാണ്. അങ്ങനെ പതുക്കെ താന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അത് താന്നുകൊണ്ട് ഓരോ ലെവലിൽ താന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ കുറച്ചുകൂടെ താന്നു. അടുത്ത ഷോട്ടിൽ വീണ്ടും താഴോട്ട് വരും. വീണ്ടും വന്നിരിക്കുകയാണ്. അങ്ങനെ അതിൻ്റെ ആ കൊടിമരം മാത്രം കണ്ടു. ഓക്കെ, അങ്ങനെ അടിയിലെത്തിയിരിക്കുകയാണ്. ഇത് നമ്മൾ പുറത്ത് വന്നതിന് ശേഷം എടുത്തതാണ് കേട്ടോ. Before that, there are some safety procedures that you need to know just in case of emergency. So you will see just behind your seat, we have life jackets. Very important to know about the life jackets. They must be worn inside the submarine and inflating must be done outside. Also, you will see next to your window, we have breathing apparatus which will be used just in case the air inside become unbreathable. Also, complete in front, I have some bags. If you feel sick, you want to vomit, the bags are here. So now very important. If ever I'm sick and unable to bring the submarine back to the surface, one of you will have to do it. So we are having a bad weather right now. So hope it will be better as we'll move deeper. Alors comme vous pouvez constater, on n'a pas une très bonne visibilité. Et comme le temps est un peu couvert, ça va être un peu sombre au bas. Espérons ça va être mieux lorsqu'on va descendre dans l'eau plus profonde. ഇത് ഇതിൻ്റെ അടിയിലെത്തിയിട്ടുള്ള സീനുകളൊക്കെയാണ്. അത് ഓരോ 10 മീറ്റർ 20 മീറ്റർ 30 മീറ്റർ 35 മീറ്റർ എന്ന് പറഞ്ഞ് താഴോട്ട് പോകുന്നുണ്ടെന്ന് അവരിങ്ങനെ പറയും. ഈ കുറച്ച് മുമ്പ് നമ്മളിതിൻ്റെ സേഫ്റ്റി കാര്യങ്ങളാണ് പറഞ്ഞത്. അത് നമ്മൾ സാധാരണ ഫ്ലൈറ്റിലൊക്കെ പോകുമ്പോൾ കേൾക്കുന്ന പോലെ അങ്ങനെ കേട്ട് ഈ ചെവി കൂടെ കേട്ട് ആ ചെവി കൂടെ കേട്ട് അതാണല്ലോ ഇപ്പോൾ എല്ലാവരും ചെയ്യാറുള്ളത്. 16 mètres. And here we are on the natural barrier reef. Alors là, on est sur la barrière naturelle de corail. Et dans cette région, la barrière de corail. Shipwreck and move back on the natural barrier reef. So starting there, we'll be doing our dive between 25 and 50. ഇഷ്ടംപോലെ മീനുള്ള രീതി. So I will also turn the submarine and show it to you on the other side. Et je vais tourner le sous-marin comme vous pouvez voir sur la gauche ici. The corals and plants. In a few moments, so we'll just keep on moving slowly up till we reach the surface. So this will take us. So in a few moments, we'll leave at 10 meters and go at 20 meters. Et dans quelques instants, on va quitter les 10 mètres et nous diriger vers les 20 mètres. Et aussi à cette profondeur, vous allez constater que certaines couleurs vont commencer à changer. Ça va changer de couleur. Mais ne vous inquiétez pas, votre couleur doit être de retour à la surface. So at this depth, you will notice that some color will start to. ചെറിയൊരു പേടിയൊക്കെ ഉണ്ട്. കാരണം നമ്മൾ ടൈറ്റാനിക്കിൻ്റെ ഭാഗങ്ങൾ കാണാൻ വേണ്ടിയിട്ട് പോയ സബ്മറീൻ വെസൽ അവിടെ ചെന്നിട്ട് പൊട്ടിയില്ലോ. ആ ഇംപ്ലോഷൻ എന്നുള്ള വാക്ക് തന്നെ നമ്മൾ കോമൺ ആയിട്ട് ഉപയോഗിക്കാൻ തുടങ്ങിയത് അതിന് ശേഷമാണ്. അകത്തേക്ക് പൊട്ടി അമരുക, സെക്കൻഡ്സുകളിൽ കാര്യങ്ങളെല്ലാം നടക്കും. പൊട്ടിത്തെറിക്കുകയല്ല, അത് എക്സ്പ്ലോഷനാണ്, ഇത് ഇംപ്ലോഷൻ. അപ്പോൾ അതൊക്കെ നമ്മുടെ മനസ്സിലുണ്ട്. അവരുടെ സേഫ്റ്റി ഫീച്ചേഴ്സും മറ്റേ ഇതൊക്കെ പറയുമ്പോൾ നമുക്കൊരു ബേജാറുണ്ട്. എങ്കിൽ പോലും നമ്മൾ ഇവിടുത്തെ പ്രധാന ഒരു ആക്ടിവിറ്റി ആയതുകൊണ്ട് അത് കാണാൻ പോയിരിക്കുന്നു മാത്രം. 1996 ജപ്പാനീസ് കപ്പൽ മനഃപൂർവ്വം ഇവിടെ മുക്കിയൊരു ആർട്ടിഫിഷ്യൽ റീഫ് ഉണ്ടാക്കിയിട്ട് അതിൽ സസ്യലതാദികൾ വളരാനും ഒരു ഇക്കോസിസ്റ്റം ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമമാണ്. അവരതിൽ വിജയിക്കുകയും ചെയ്തു. And massive, these are the hard corals. Also, if you look carefully, you will see some pink or purple one like flowers, which are the subcorals. So you will also notice as we'll be moving deeper, we will not have so much corals like here, just because the corals, they also need sunlight to grow. And then after the 34 meters, we'll move back on the natural barrier reef.
Yeah, so the name of this wreck, this is the Star Hope. And the Star Hope was an old Japanese fishing boat retired in the year 1996 and sunk on purpose in 1998 to create an artificial reef, or we can say a 5-star hotel for the fishes. So the shipwreck measured 58 meters long, 8 meters wide, and 10 meters high. So you will also see that the shipwreck has been broken into 2 pieces. This was due to a cyclone called Dina in the year 2002 by strong underwater current, et 10 mètres en hauteur. Et comme vous pouvez voir, l'épave a été brisée en 2 parties. C'était dû à un cyclone qui était passé sur l'île dans les années 2002 qui s'appelait Dina. So here we are by 34 meters, 34 mètres. So I will turn the submarine in a few moments so you can see it on the right hand side. Là, je vais tourner le sous-marin, vous allez voir l'épave sur votre droite. ഇത് ആകെ ആക്ടിവിറ്റി 2 മണിക്കൂറാണ് കേട്ടോ. അതിൽ 40 മിനിറ്റാണ് സബ്മറൈനിലേക്ക് പോവുക. 35 മീറ്റർ എന്ന് പറയുമ്പോൾ ഏകദേശം നമ്മൾ 12 നിലകളുള്ള കെട്ടിടം നമുക്ക് മനസ്സിലാക്കാം. ഏകദേശം നമ്മുടെ ഈ പരിപാടി എൻഡ് പോയിന്റിലേക്ക് എത്തുകയാണ്. അത് കുറച്ച് കഴിയുമ്പം മേലോട്ട് പതുക്കെ പോകും. അതിന് മുമ്പ് അദ്ദേഹത്തിൻ്റെ ഒരു നന്ദി പറച്ചിലൊക്കെ ഉണ്ട്. അതുകൊണ്ട് നമ്മൾ പരിപാടി അവസാനിക്കുകയാണ്. So that was a pleasure for me to be with you. And I will go first to open the hatch. You may feel a slight pressure at your ears, like the airplane. All you will have to do, yawn or swallow, it will be fine. Tapi là cái problème moi. Oui, c'est un problème là, tapi là cái problème là comment. Eh Sam, tu veux là. Eh, ça va pas ça là. അടുത്ത് നമ്മൾ വന്ന രീതിയിൽ തന്നെ അപ്പുറത്തേക്ക് പോവുകയാണ്. എല്ലാവരും വളരെ സേഫ്റ്റി നോക്കുന്നുണ്ട്, കൈ പിടിച്ച് അപ്പുറത്തേക്ക് കടത്തുന്നുണ്ട്. വീണുപോയാൽ ബുദ്ധിമുട്ടാണല്ലോ. ഇനി ഒരു ഡൈവിങ് സർട്ടിഫിക്കറ്റ് തരുന്ന അവാർഡ് ദാന ചടങ്ങ് കൂടെയുണ്ട്. അതോടുകൂടി കാര്യങ്ങൾ അവസാനിക്കുകയാണ്. You're welcome. Shaju? Thank you. വീഡിയോ കണ്ടതിന് വളരെ നന്ദിയുണ്ട്. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ഗുഡ് ബൈ.